ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വ്ളോഗിലേക്ക് വീണ്ടും സ്വാഗതം. കഴിഞ്ഞ വെള്ളിയാഴ്ച വീഡിയോ ഇട്ടപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് നല്ല ശക്തിയായ കോൾഡ് പിടികൂടിയിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ സാറ്റർഡേ സൺഡേ വീഡിയോ ഇടില്ല. അപ്പോൾ ഇത് ഫ്രൈഡേ രാവിലത്തെ കാര്യങ്ങളാണ്. അപ്പോൾ 3 ദിവസത്തെ വീഡിയോ ഉണ്ട് ഇന്ന് ഞാൻ ഒന്നിച്ചിടുന്നത്. അപ്പോൾ ഇത് ഫ്രൈഡേ റിച്ചാർഡ് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങണേ കേട്ടോ, കോളേജിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ റൂബിനെ കുറേ നേരം പുന്നാരിപ്പിച്ച് സ്നേഹിച്ചിട്ടൊക്കെയാണ് എല്ലാ ദിവസവും തന്നെ ഇറങ്ങണത് കേട്ടോ. അപ്പോൾ റൂബിക്ക് സ്പാക്ക് കൊണ്ടുപോകണം ആരുമാണ് ഇപ്പോൾ അവളുടെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കണത്. കാരണം ഈസ്റ്ററിന് മുമ്പായിട്ട് തന്നെ അവളെ സ്പാ ചെയ്യിക്കണം. നമ്മൾ ക്രിസ്മസിന് മുമ്പായിട്ടാണല്ലോ അന്ന് ചെയ്യിച്ചിട്ടുണ്ടാകുന്നത്. അപ്പോൾ ഇനി ഈസ്റ്ററിന് മുമ്പായിട്ട് സ്പാ ചെയ്യിക്കണമെന്ന് പറഞ്ഞിട്ട് അവളുടെ അടുത്ത് അങ്ങ് പറയുന്നത്. അപ്പോൾ ഞാൻ ബുക്ക് ചെയ്യാൻ പോണേണ്. കുറച്ച് ദിവസം മുൻപേ ബുക്ക് ചെയ്താലേ നമുക്ക് സ്ലോട്ട് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊക്കെ അവളുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, നമുക്ക് അവിടെ പോകണ്ടേ, സ്പാ ചെയ്യണ്ടേ എന്നൊക്കെ ചോദിച്ച് പുന്നാരിപ്പിച്ചിട്ടൊക്കെ പോകണുണ്ട്. അപ്പോൾ അവളാണെങ്കിൽ പയ്യെ സൈഡിലേക്ക് അങ്ങോട്ട് പോകണേണ്. ഭയങ്കര അഭിനയ സിംഗമാണ് ഇപ്പോൾ റൂബി. ഞാനിങ്ങോട്ട് വരേയില്ല എന്നുള്ള രീതിക്ക് അവിടെ മാറിയിരിക്കും. ചില ദിവസങ്ങളിൽ അവിടെ തന്നെ നിൽക്കും, ചില ദിവസം അപ്രതീക്ഷിതമായി ഇതുപോലെ ഓടി ഫ്രണ്ടിൽ വരും. അങ്ങനെ നമുക്ക് എപ്പോഴാണ് ഇവൾ ഓടി വരണേന്ന് യാതൊരു നിശ്ചയവും ഇല്ല കേട്ടോ. ഉണ്ട് എന്നെ നോക്കിയിരിക്കണം. അങ്ങനെ ഇന്നത്തെ റൂബിയുടെ ഷോ കഴിഞ്ഞു. അങ്ങനെ റിച്ചാർഡ് കോളേജിലേക്ക് പോയതിന് ശേഷം ഞാനൊരു പുട്ട് മാത്രമാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ഏത്തപ്പഴം ഉണ്ടായിരുന്നതുകൊണ്ട് ആ ഏത്തപ്പഴവും കൂട്ടിയിട്ടാണ് പുട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നത്. വേറെ ഒന്നും ചെയ്യേണ്ടി വന്നില്ല. ഞാൻ നേരെ കിടന്ന് ഉറങ്ങി റെസ്റ്റ് എടുക്കുകയും ചെയ്തത്. കാരണം നമ്മൾ തലേദിവസം മീൻ കറി, മീൻ വറുത്തതും എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, കുറച്ചധികം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ഒന്നും ചെയ്യേണ്ടി വന്നില്ല. ഞാൻ ഫുള്ള് റെസ്റ്റ് എടുത്ത്, മരുന്നൊന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ റിച്ചാർഡ് വൈകുന്നേരം വന്നു കഴിഞ്ഞപ്പോഴേക്കും അവന് ചായയൊക്കെ ഇട്ട് കൊടുത്ത് അതെല്ലാം കഴിഞ്ഞ് പഫ്സും ചായ ആയിരുന്നു കേട്ടോ. പഫ്സ് അത് വീഡിയോ നടക്കുക എനിക്ക് വയ്യാതിരുന്നതുകൊണ്ട് പിന്നെ ഞാൻ അങ്ങനെ എഴുന്നേറ്റ് വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അപ്പനെ കൊണ്ട് ഞാൻ പഫ്സും ഒക്കെ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. റിച്ചാർഡ് എന്തെങ്കിലും കൊടുക്കണ്ടേ. അപ്പോൾ അങ്ങനെ ചായ ഞാനിട്ട് പഫ്സ് പപ്പ മേടിച്ച് കൊടുത്ത് അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് റിച്ചാർഡിന് ഡിന്നറിനൊന്നും ഉണ്ടാക്കണമെന്ന് അവൻ നേരത്തെ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞതുകൊണ്ട് അവന് വേണ്ടിയിട്ടൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ അവൻ എനിക്കും കൂടി വേണ്ടിയിട്ട് നൂഡിൽസൊക്കെ ഓർഡർ ചെയ്തേക്കുന്നുണ്ട്. ഇത് എനിക്ക് വേണ്ടിയിട്ടുള്ള നൂഡിൽസാണ് ഈ ഓപ്പൺ ചെയ്യണത് കേട്ടോ. എന്നെ സംബന്ധിച്ച് എനിക്ക് അസുഖങ്ങളൊന്നും കഴിഞ്ഞാൽ ഒന്നും കഴിക്കാൻ തോന്നാറില്ല. പക്ഷേ ഇത്തവണ അസുഖമാണെന്നുണ്ടെങ്കിലും നമുക്ക് വാഴ രുചിയ ഒന്നും ഒരു കുഴപ്പമില്ല, നല്ലതായിട്ട് തന്നെ ഫുഡ് കഴിക്കാം. അങ്ങനെ ഞാൻ കുറച്ച് നൂഡിൽസൊക്കെ ഞാനും കഴിച്ചേട്ടാ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഫ്ലാസ്കിൽ വെള്ളം, അത് നമുക്ക് തിളച്ച വെള്ളം, പിന്നെ നമ്മളുടെ വാക്വം വാട്ടർ ബോട്ടിൽ ഉണ്ടല്ലോ അതിൻ്റെ അകത്ത് പാകത്തിന് വായിലേക്ക് നേരെ ഒഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ചൂടുവെള്ളം. അപ്പോൾ ഇത്രയും ചൂട് കാലാവസ്ഥയിൽ ഞാൻ ഒട്ടും തന്നെ വേർക്കണില്ല. എനിക്ക് പനിയാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല, അതാണ് സത്യം. എൻ്റെ ശരീരമൊക്കെ തളർന്നു പോകുന്നത്, എൻ്റെ ജോയിൻ്റെല്ലാം ഒടിഞ്ഞു നുറുങ്ങി കിടക്കുന്ന പോലത്തെ വേദന. ഇതെന്താണെന്ന് എനിക്ക് മനസ്സിലാവണില്ല. പനിയാണെന്നുള്ള കാര്യം ചിന്തിക്കില്ല. ആരും എനിക്ക് പനി ഉണ്ടാകുന്നൊന്നും തൊട്ട് നോക്കിയിട്ടുമില്ല. അപ്പോൾ അങ്ങനെ ഞാൻ ഇതെന്താണാവോ എന്ന് വിചാരിച്ച് ഞാൻ എല്ലാവരുടെ അടുത്തും ഇങ്ങനെ ചോദിക്കേണ്ടത് ചൂടുണ്ടെന്ന്. പിന്നെ വേർത്തൊലിക്കുന്നതിന് ചൂടാണെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എനിക്ക് പനിയാണെന്ന്. അങ്ങനെ ഞാൻ അപ്പോൾ വീട്ടിലുണ്ടായിരുന്ന പാരസിറ്റമോൾ കഴിച്ചിട്ടാണ് ഇന്ന് രാത്രി ഞാൻ കിടക്കുന്നത്. അപ്പോൾ ഈ ഫ്രൈഡേ രാവിലെ നമ്മൾ അടിക്കലും തുടക്കലും ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. എല്ലാം മാറ്റിയിട്ടിട്ട് റെസ്റ്റ് ചെയ്തത്. വ്യാഴാഴ്ച രാവിലെ അടിക്കാൻ തുടക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതെനിക്ക് തീരെ വയ്യെങ്കിൽ പോലും ഞാൻ ചെയ്തതാണ്. അപ്പോൾ ഫ്രൈഡേ മൊത്തം നമ്മൾ റെസ്റ്റ് എടുത്ത സ്ഥിതിക്ക് സാറ്റർഡേ രാവിലെ എഴുന്നേറ്റിട്ട് ആദ്യം ഞാൻ ചെയ്തത് പെരക്കകം അടിച്ച് തുടച്ച് വൃത്തിയാക്കിയിട്ടാണ് ഒതുക്കാനുള്ളതൊക്കെ ഒതുക്കി പെറുക്കിയൊക്കെ വെച്ച്. എനിക്കങ്ങനെ ഒരിക്കലും ഒരു ദിവസം പോലും തുടക്കാതിരുന്നത് എനിക്ക് സഹിക്കാത്ത വരിക. അങ്ങനെ ഞാൻ പിറ്റേ ദിവസം രാവിലെ, അതായത് സാറ്റർഡേ രാവിലെ കംപ്ലീറ്റ് തുടച്ച് വൃത്തിയാക്കിയൊക്കെ ഇട്ട്. അപ്പോൾ നമ്മുടെ റിച്ചാർഡിന് ഇന്ന് ക്ലാസ് ഉണ്ട് കേട്ടോ സാറ്റർഡേ. കാരണം തിങ്കളാഴ്ച ഒരു ഹോളിഡേ ഉണ്ടായിരുന്നല്ല നമ്മുടെ റംസാൻ്റെ, അത് കോമ്പൻസേറ്റ് ചെയ്യാനാണ് അവർ സാറ്റർഡേ ക്ലാസ് വെച്ചേക്കുന്നത്. ഇവർക്ക് മണിക്കൂറുകൾ കറക്റ്റ് ഉണ്ടാവണം, ഇത്രയും മണിക്കൂറുകൾ അറ്റൻഡൻസ് വേണമെന്ന് നിർബന്ധമാണ്. അപ്പോൾ അത് തീർക്കാൻ വേണ്ടിയിട്ട് അവരിന്ന്
അങ്ങനെ ക്ലാസ്സുകൾ വെച്ചിട്ടുണ്ട്. അത് പോകാതിരിക്കാനും നിവൃത്തിയില്ല. റിച്ചാനാണെന്നുണ്ടെങ്കിൽ പഠിക്കാനൊക്കെയുള്ള ദിവസവും ഇത്തിരി റെസ്റ്റ് എടുക്കാനുള്ള ദിവസമൊക്കെയാണ് സാറ്റർഡേ സൺഡേ എന്ന് പറഞ്ഞത്. അപ്പോൾ അത് നഷ്ടപ്പെട്ടിട്ട് ആൾ ആകെ ഒരു മൂഡ് ഓഫ് ആയിട്ട് ഇരിക്കണേ. പോകാൻ വേണ്ടി ഇവിടെ എഴുന്നേറ്റിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ തുണിയെല്ലാം വാഷ് ചെയ്തിട്ടതൊക്കെ ഇനി എടുത്ത് വിരിക്കണം. നമ്മൾ അടിക്കലും തുടക്കലും എല്ലാം കഴിഞ്ഞ് കുളിയും കഴിഞ്ഞിട്ടാണ് ഞാൻ നിൽക്കുന്നത്. അപ്പം നമ്മൾ വെള്ളിയാഴ്ച രാവിലെ തല നനച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് എനിക്ക് ശനിയാഴ്ച തല നനക്കാതെ ഒരു നിവൃത്തിയില്ല. ദിവസവും തല നനച്ച് ശീലിച്ചവർക്ക് അങ്ങനെയല്ലേ. അപ്പോൾ അതുകൊണ്ട് വേഗം പോയിട്ട് ഞാൻ കുളിച്ച് വൃത്തിയായിട്ട് വന്നു. അങ്ങനെ റിച്ചാർഡിന് പോകാനുള്ള നേരമായി. റിച്ചാർഡ് കുളിച്ച് റെഡിയായി വന്ന് റിച്ചാർഡ് പോയിട്ടാണ്. അതിനുശേഷമാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് കിച്ചണിലേക്ക് വന്നത്. അപ്പോൾ നമ്മുടെ ഏത്തപ്പഴം ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് അതിനകത്ത് ചേർത്തിട്ടുണ്ട്. അപ്പോൾ 1.5 ഏത്തപ്പഴം ചേർത്തിട്ട് 1/2 ഏത്തപ്പഴമാണ് അവിടെ ബാക്കിയിരിക്കുന്നത്. അപ്പോൾ 3 ഏത്തപ്പഴം ഉണ്ടായിരുന്നു അവിടെ. അതിൽ 1.5 ഏത്തപ്പഴം എടുത്തിട്ടാണ് നമുക്ക് രണ്ടാൾക്കും കൂടിയിട്ട് പുട്ടിൻ്റെ അകത്ത് ഇങ്ങനെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ടത്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഏത്തപ്പഴം പച്ചക്ക് നമ്മൾ പുട്ടിൻ്റെ ഒപ്പം വെച്ചിട്ട് പപ്പ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ച് ഇങ്ങനെ ആക്കിയിട്ട് കൊടുക്കാം. അപ്പോൾ ഏത്തപ്പഴം കൂടി ഒന്ന് വെന്ത് വരുമല്ലോ. അപ്പോൾ ഇതൊന്നിച്ചിങ്ങനെ ഇരിക്കുമ്പോൾ അതങ്ങോട്ട് കഴിച്ചോളുമല്ല. അപ്പോൾ ഞാൻ ഈ പുട്ടുണ്ടാക്കണ കൂട്ടത്തിൽ തന്നെ എന്തെങ്കിലും ഒന്ന് കറി വെച്ചേക്കാം. പപ്പയുടെ അടുത്ത് ഞാൻ ചോദിക്കുന്നുണ്ട് എന്ത് കറി വെക്കും, കറിക്കൊന്നും ഇല്ലെന്ന് പറയുമ്പോൾ എനിക്കൊന്നും വേണ്ട, ഒന്നും വെക്കണ്ട, ഇതൊക്കെയാണ് പറയണത്. പക്ഷേ എനിക്ക് മരുന്ന് കഴിക്കണമെങ്കിൽ എനിക്ക് ഫുഡ് കഴിക്കണം. അപ്പോൾ എനിക്കെന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ. പപ്പ ഒന്നും വേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഭക്ഷണം കൊടുക്കാതിരിക്കാൻ പറ്റൂലല്ലോ സമയത്ത്. പറയുമ്പോൾ അങ്ങനെ വേണ്ട വേണ്ട എന്ന് പറയും. അപ്പോൾ ഈ അസുഖത്തിലിരിക്കുന്ന ഒരാൾക്ക് ഫുഡില്ലാതെ പറ്റില്ല, മരുന്ന് കഴിക്കണതിന് മുമ്പ് ഫുഡ് കഴിക്കണം. അതൊന്നും ആരും അത് ചിന്തിക്കാത്തൊരു കാര്യമാണ്. ഒന്നും വേണ്ട എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ഞാൻ വിചാരിച്ച് കയ്യിലുള്ള എന്തെങ്കിലും എടുത്തിട്ട് വെക്കാമെന്ന് വിചാരിച്ച് ഇത്തിരി ഉഴുന്ന് ഞാനിവിടെ കുതിർത്തിട്ടിട്ടുണ്ടായിരുന്നു. കാരണം പരിപ്പ് വേകാനായിട്ട് താമസിക്കും സാമ്പാറാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു ക്യാരറ്റ്, ഒരു ഉരുളക്കിഴങ്ങ്, ഒരു തക്കാളിയും ഒരു സവാളയൊക്കെ അരിഞ്ഞിട്ടിട്ട് ഇത്തിരി പുളിയും ഉപ്പും ആ ഉഴുന്ന് കുതിർത്തതും ഇത്തിരി സാമ്പാർ പൊടിയും കൂടി ഇട്ടിട്ട് ഒരൊറ്റ സാമ്പാറാണ്. അല്ലാതെ പരിപ്പ് വേറെ വേവിക്കാനുള്ള നേരമൊന്നുമില്ല. പരിപ്പ് വെന്ത് കിട്ടൂല, സെപ്പറേറ്റ് തന്നെ വേവിക്കണം. അപ്പോൾ അങ്ങനെ കാത്തിരിക്കാനുള്ള നേരമൊന്നുമില്ല. നേരമില്ലാത്തതല്ല, എനിക്ക് മാറിക്കിടക്കണം, എനിക്ക് വയ്യ. അതുകൊണ്ട് ഇതെല്ലാം കൂടി ഒന്നിച്ചിട്ടെങ്കിലും വേവിച്ചിട്ട് ഇനിയിപ്പോൾ ഒന്ന് തിളപ്പിച്ച് ഇത്തിരി ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്തിട്ടൊക്കെ ഇത്തിരി താളിച്ചിട്ട് കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. അപ്പോൾ ഇതിനെ കൂടി കൂട്ടാനായിട്ട് ഇത്തിരി എന്താണ് പപ്പടും ഉപ്പുമീനും മേടിക്കാൻ ഞാൻ പറഞ്ഞു വിട്ടിട്ടുണ്ട് പപ്പനെ. അതിനോടൊപ്പം തന്നെ എനിക്ക് മരുന്നും മേടിക്കണം. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് എടുത്തിട്ട് അവിടെ വെച്ചിട്ടേ ഉള്ളു. അപ്പോൾ ആ സമയത്ത് ഇത് സംഗതികളെല്ലാം ആയി. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക, മാറിക്കിടക്കുക, ഇതാണ് എൻ്റെ ഉദ്ദേശം കേട്ടോ. അന്നേരം കൊണ്ട് ചോറ് വെന്ത് ഇറക്കിയിട്ട് നമ്മൾ തെർമൽ കുക്കറിലേക്ക് മാറ്റി വെച്ചാൽ മതിയല്ലോ. അപ്പോൾ ഈ അകത്തിരിക്കുന്ന ചെടിക്കൊന്നും വെള്ളം ഒഴിച്ചിട്ടുണ്ടാകുന്നില്ല. അപ്പോൾ അതൊക്കെ ഒഴിച്ചാൽ അപ്പോൾ നമ്മളിങ്ങനെ എഴുന്നേറ്റ് നടക്കണം കാണുമ്പോൾ ഒരു വിചാരിക്കണത്, വീട്ടിലുള്ളവർ വിചാരിക്കണം നമുക്ക് കുഴപ്പമൊന്നുമില്ല എന്നുള്ളതാണ്. റെസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ കയ്യാകാല ഒടിയണം, അതുമല്ലെന്നുണ്ടെങ്കിൽ മാരകമായ രോഗം തന്നെ, എന്നാലേ നമുക്ക് റെസ്റ്റ് കിട്ടുള്ളൂ. ഹോസ്പിറ്റലൈസ്ഡ് ആവണം. അല്ലാതെ നമ്മൾ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചത്ത് കിടന്നാൽ പോലും അവിടെ നിന്ന് എഴുന്നേറ്റ് ഇങ്ങനെ നടന്ന് ഓരോ പണി ചെയ്യേണ്ടി വരും. അപ്പോൾ ആ ഒരു അവസ്ഥയിലാണ് ഞാനിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതും ഈ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതും. അത്രയും അവസ്ഥയിലാണ് നടക്കുന്നത്. പക്ഷെ ഒരാൾക്ക് മനസ്സിലാവില്ല. അപ്പോൾ ഞാൻ തുണി കഴുകിയതൊക്കെ ഒരു കണക്കിന് വിരിച്ച്, കാരണം എനിക്കിനി കിടക്കണം, എങ്ങനെയും കിടക്കണം. അപ്പോൾ നമുക്ക് പണി ചെയ്ത് ഒരുവിധം ഒതുക്കാതെ കിടന്നു കഴിഞ്ഞാൽ അവിടെ കിടക്കണതും സമാധാനക്കേടില്ലായിരിക്കുള്ളൂ. അതുകൊണ്ട് ഒരു സമാധാനം വേണമല്ല മനസ്സിന് എന്ന് വിചാരിച്ച ഒരുവിധം കാര്യങ്ങൾ ഒതുക്കിക്കൊണ്ടിരിക്കുന്നതാണ് ഞാൻ. അപ്പോൾ ഈ ഒരു സാമ്പാറും പപ്പടവും ഉപ്പുമീനും കൂടി അതായത് പപ്പടവും ഉപ്പുമീനും മരുന്നും കൂടിയാണ് പപ്പ മേടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ച് കിടന്നു കഴിഞ്ഞിട്ട് എഴുന്നേറ്റ് ഭക്ഷണം കഴിക്കാൻ നേരമാകുമ്പോൾ ഒന്നില്ലെങ്കിൽ ഒട്ടും പറ്റിയില്ലെങ്കിൽ നമുക്ക് പപ്പടം വറുക്കുക, അല്ലെന്നുണ്ടെങ്കിൽ ഇത്തിരി ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇത് ഉപ്പുമീൻ വറുക്കും. ഉപ്പുമീൻ കഴിക്കണമെന്നാണ് എനിക്ക് ആഗ്രഹം മനസ്സിൽ നിൽക്കുന്നത്. അങ്ങനെ ഞാൻ വേഗം ഓടി വന്നിട്ട് റൂബിയും എൻ്റെ കൂടെ കിടക്കുമല്ല, അങ്ങനെ വന്ന് കിടന്ന് അവളുടെ ഫുഡൊക്കെ എടുത്ത് വെച്ചിട്ടൊന്നും അവളത് കഴിച്ചൊന്നുമില്ല കേട്ടോ. ഞാൻ വാരി കൊടുക്കണമല്ലോ, എനിക്ക് ഒട്ടും പറ്റണില്ല. അങ്ങനെ നന്നായിട്ട് കിടന്ന് റെസ്റ്റ് ചെയ്ത് ഏകദേശം 1 മണിയായപ്പോഴത്തേക്കുമാണ് ഞാൻ എഴുന്നേറ്റത്. അപ്പോൾ സാമ്പാറൊക്കെ തണുത്ത് വറ്റി അവിടെ ഇരിക്കണേണ്. അത് തണുക്കണതിന് മുൻപ് തന്നെ നമ്മളത് താളിച്ചൊക്കെ ഇട്ട് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ലൂസാക്കിയൊക്കെ എടുക്കണമായിരുന്നു. പക്ഷേ എൻ്റെ ഒരു അവസ്ഥയിൽ ഞാൻ വിചാരിച്ചു എല്ലാം കൂടി ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് റെസ്റ്റ് കിട്ടില്ല. അങ്ങനെ ഞാൻ വെള്ളം തിളപ്പിക്കാനായിട്ട് വന്ന് കെറ്റിൽ ഓൺ ചെയ്തപ്പോഴത്തേക്കും കറണ്ടില്ല. അങ്ങനെ നമ്മൾ അവിടെ സോസ്പാനിൽ വെള്ളം ചൂടാക്കിയിട്ടൊക്കെയാണ് ഒഴിച്ചത് കേട്ടോ. അപ്പോൾ ഉപ്പുമീൻ പപ്പ കൊണ്ടുവന്നത് എനിക്ക് ചെയ്യാനായിട്ട് തോന്നി. എനിക്കത് കഴിക്കാൻ അത്രയും കൊതി വന്നു. അപ്പോൾ ഇതൊരു എന്താണ് കടൽ ബ്രാല 15 രൂപയാണ് ഒരു കുഞ്ഞ് പാക്കറ്റ്. ആ 2 പാക്കറ്റ് അത് വെള്ളത്തിലിട്ടൊക്കെ കഴുകി അതിൻ്റെ ഉപ്പൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ട് മിക്സിയിൽ പതിയൊന്ന് ചതച്ചെടുത്തിട്ട് അങ്ങോട്ട് വറുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അതിനെ വെള്ളത്തിൽ ഞാനിവിടെ ഇട്ട് വെച്ചിട്ടുണ്ട്.
ആദ്യം സവാളയും പച്ചമുളകും കൂടിയിട്ടൊന്ന് ചതച്ചെടുത്തിട്ട് ഇത്തിരി ഉപ്പൊക്കെ ചേർത്തിട്ട് പിന്നെ നമ്മൾ ഈ വറുക്കണ ചട്ടി എടുത്തിട്ട് ആദ്യം തന്നെ സാമ്പാറിൻ്റെ അകത്തേക്ക് താളിക്കാനുള്ളതൊന്ന് താളിച്ച് ആദ്യം ഇടാമെന്ന് വിചാരിച്ചേട്ടാ. അപ്പോൾ ഇനി സാമ്പാറിലേക്ക് താളിച്ചിട്ടാൽ ഈ ചട്ടിയിൽ തന്നെ നമ്മൾ ഇനി എണ്ണയൊക്കെ ഒഴിച്ച് വീണ്ടും നമ്മുടെ ഉപ്പുമീൻ വറുത്തും മാറ്റിയതിന് ശേഷം പിന്നെ എണ്ണ ഒഴിച്ചിട്ട് പിന്നെ നമ്മൾ സവാള മുരിച്ചെടുക്കുക. അപ്പോൾ ഇതിനൊക്കെ ഇത്തിരിച്ച് എണ്ണ കൂടുതൽ വേണം, അല്ലെന്നുണ്ടെങ്കിൽ വെറുതെ ഡ്രൈ ആയിപ്പോവും. ഈ ഉപ്പുമീൻ വറുക്കുമ്പോൾ അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. എണ്ണ ഇത്തിരി കൂടുതലിട്ടാൽ അത് ഇത്തിരി ടേസ്റ്റിലും വൃത്തിക്കും കിട്ടുള്ളൂ. അപ്പോൾ ആ പരിപാടികളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാനേ നമ്മളുടെ 3 ആൺമക്കളല്ലേ, അപ്പോൾ ഈ 3 ആൺമക്കൾക്ക് ഞാൻ പറഞ്ഞു കൊടുത്തേക്കുന്ന ഒരു കാര്യമുണ്ട്. സ്ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിത അവസാനം വരെ റിട്ടയർമെൻ്റ് ഇല്ലാതെ വർക്ക് ചെയ്യുന്ന ഒരു യന്ത്രമാണ്. ആ യന്ത്രത്തിന് എല്ലാ മാസവും 10-50 വയസ്സ് വരെയെങ്കിലും പീരിയഡ്സ് ഉണ്ടാവും. ഈ പീരിയഡ്സിൻ്റെ കാലഘട്ടത്തിൽ നിങ്ങളുടെ ഭാര്യമാരായിട്ട് ഉള്ള പെൺകുട്ടികൾക്ക് ആ ദിവസങ്ങളിൽ പൂർണ്ണ റെസ്റ്റ് കൊടുത്തേക്കണം. പിന്നെ ഇതുപോലെ ചെറിയ ചെറിയ അസുഖങ്ങൾ, പനി, പല്ലുവേദന, ഇതൊന്നും ആരും കണക്കിലെടുക്കാത്ത രോഗങ്ങളാണ്. ഇതെല്ലാം വെച്ചിട്ടാണ് ഈ സ്ത്രീകൾ വീട്ടിൽ കിടന്ന് ഈ പണിയെല്ലാം ചെയ്തു തീർക്കണം. ഇത് ഒറ്റ ആളറിയൂല. നമ്മൾ എഴുന്നേറ്റ് നടക്കണം കാണുമ്പോൾ ഇവരുടെ വിചാരം നടക്കണുണ്ട്, ഒരു കുഴപ്പമില്ല, ഇതൊരു യന്ത്രമാണല്ല, എന്തെങ്കിലും ചെയ്തോളും എന്നുള്ള ഒരു ചിന്തയാണ്. കാരണം അവർക്ക് റിട്ടയർമെൻ്റ് ഇല്ലാതെ മരണം വരെ പണിയെടുക്കാനുള്ളതാണ് അവർ. അത് ആ ഒരു ഓർമ്മ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. പറ്റുന്ന സമയത്തൊക്കെ അവർക്ക് റെസ്റ്റ് കൊടുക്കുക, ഏറ്റവും കുറഞ്ഞത് ഈ സമയത്തെങ്കിലും റെസ്റ്റ് കൊടുക്കുക. ഇതൊക്കെ ഞാൻ എൻ്റെ 3 മക്കളോടും പറഞ്ഞു കൊടുത്തിട്ടുള്ള കാര്യങ്ങളാണ്. അല്ലാതെ സ്ത്രീ വെറുതെ മെഷീൻ പോലെ എല്ലാം ചെയ്തോളൂ. ഇപ്പം നമുക്ക് തന്നെ ഈ ഒരു ചുമ, ജലദോഷം, പനി, ഇവിടെ പപ്പക്ക് വന്നാലൊക്കെ പപ്പ ഭയങ്കരമായിട്ട് ബഹളം കൂടി കളയും കേട്ടോ പപ്പയൊക്കെ. അതോടുകൂടി മരിച്ചു പോകുന്നവരെ അവർ ചിന്തിച്ച് ഭയങ്കരമായിട്ട് ബഹളം കൂടി നമ്മളെയും പേടിപ്പിക്കും. എന്നിട്ട് നമ്മൾ ആ സമയത്ത് ചൂടുവെള്ളമോ കാപ്പിയോ കഞ്ഞിയൊക്കെ ഇങ്ങനെ ബെജ്ജിക്കൊണ്ട് കൊടുക്കാനും എല്ലാം നിൽക്കും. നമ്മൾക്കിത് തന്നെ വരുമ്പോൾ നമ്മൾക്ക് ഒരു ഗ്ലാസ് വെള്ളം പോലും തരയില്ല. അവർക്ക് വേണ്ടത് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യണം. അപ്പോൾ ഇതുപോലുള്ള സിറ്റുവേഷനുകൾ നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ ഒരിക്കലും വരുത്തരുതെന്ന് ഞാൻ വളരെ കമ്പൽസറി ആയിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. കുട്ടികളത് മാനസികമായിട്ട് ഉൾക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഇപ്പോൾ കുട്ടികളാരും എൻ്റെ കൂടെയില്ല ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെനിക്ക് വേണ്ടതെല്ലാം ചെയ്തു തരും. അതുപോലെ കട്ടിലിൽ വന്നിരുന്ന് മസാജ് ചെയ്ത് തരും, കാലെല്ലാം എടുത്തിട്ട്. അതുപോലെ ഫുഡ് വാരിത്തരും കട്ടിലിൽ കൊണ്ടുവന്ന്. ഇതെല്ലാം അവർ ചെയ്യും. അതുകൊണ്ട് എനിക്ക് വളരെ സന്തോഷമാണ് കേട്ടോ. അപ്പോൾ നമ്മളുടെ ഈ ഉപ്പുമീൻ വറുക്കുമ്പോൾ അത് എണ്ണ വല്ലാതെ കുടിച്ചിട്ട് ഒട്ടും എണ്ണയില്ലാത്ത പോലെ തോന്നുമ്പോൾ നമ്മൾ ഇത്തിരി എണ്ണ ഒഴിച്ച് കൊടുത്തു പോകും. അതാണ് ഈ എണ്ണ കൂടുതൽ പറഞ്ഞ കാര്യം. എങ്കിൽ തന്നെയും ഉപ്പുമീൻ വറുത്ത് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ എണ്ണയുടെ ഒരു തരി പോലും അതിനകത്ത് കാണാനും പറ്റില്ല. അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട് ഉപ്പുമീൻ വറുക്കും. ഇവിടെ ഉപ്പുമീൻ അങ്ങനെ മേടിക്കാറില്ല. പക്ഷെ നമുക്കിങ്ങനെ ഈ പനിയൊക്കെ ആയിട്ടിരിക്കുമ്പോൾ ഇത്തിരി ഉപ്പുമീനൊക്കെ കൂട്ടിയിട്ട് കഴിക്കാൻ ശരിക്കും എനിക്ക് കൊതി വന്നിട്ട് അങ്ങനെയാണ് ഞാൻ അന്ന് ഉപ്പുമീൻ മേടിക്കുന്നുണ്ട്. അപ്പോൾ ഉപ്പുമീനും പപ്പടവും മേടിച്ചിട്ടുണ്ടെങ്കിലും പപ്പടം എനിക്ക് വലിയ എപ്പോഴും നമ്മൾ പപ്പടം കൂട്ടി സാമ്പാർ കഴിക്കണമല്ലേ. അപ്പോൾ ഇതാണ് കൂടുതൽ ഇഷ്ടം തോന്നിയത്, അതുകൊണ്ട് ഇങ്ങനെ ചെയ്തത്. അങ്ങനെ അതിനകത്തേക്ക് സവാള മൊരിഞ്ഞപ്പോഴത്തേക്കും മുളക് പൊടി മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് അത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിനകത്തോട്ട് റോസ്റ്റ് ചെയ്ത് വെച്ചേക്കുന്ന ഉപ്പുമീനും കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്നും കൂടി എല്ലാം കൂടി ചേർത്തെടുത്തതിന് ശേഷം വേഗം പാത്രത്തിൽ നിന്നൊക്കെ ഒന്ന് മാറ്റി ആ കുക്കറും തവയൊക്കെ ഒന്ന് കഴുകിയൊക്കെ വെച്ച് കിച്ചണും ഒന്ന് ക്ലീൻ ചെയ്ത് ഇനി അടുത്തൊരു പണിയുണ്ടല്ലോ, നമുക്ക് വട്ടയപ്പത്തിൻ്റെ മാവരച്ച് വെക്കണം. ആകപ്പാടെ 1/4 കപ്പ് ഇട്ടിട്ടുള്ളൂ അരി. എങ്കിലും അത് ഒറ്റ അരക്കലിന് അരക്കുകയും ചെയ്യാം, വേറെ ബുദ്ധിമുട്ടില്ല. എങ്കിലും അത് അരച്ച് വെച്ചാലല്ലേ പൊങ്ങുള്ളൂ. അപ്പോൾ ഒരു 3:30 മണി 4 മണിയോട് കൂടിയിട്ട് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു 2 മണിക്കെങ്കിലും അതൊന്ന് അരച്ച് വെക്കണം. അപ്പോൾ ഇപ്പോൾ ഏകദേശം കറക്റ്റ് 2 മണി ആയപ്പോഴാണ് ഞാനിത് ചെയ്ത് തീർന്ന് ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചേക്കണത്. അപ്പോൾ ഇനി ഇത് കഴിഞ്ഞിട്ട് വേഗം ചെന്നിട്ട് മാവരച്ച് വെക്കണം. അപ്പോൾ നമ്മൾ ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല, ഇത് പകർത്തി ഇങ്ങോട്ട് വെച്ചതേ ഉള്ളൂ പാത്രങ്ങളിലേക്ക്. ഇനി മാവരച്ച് വെച്ച് കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കും. കാരണം നമുക്ക് മാവ് പൊങ്ങാനുള്ള ഒരു ടൈം വേണമല്ലോ. അപ്പോൾ മാവ് അവിടെ അരച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സാവധാനം ഭക്ഷണം കഴിച്ചൊക്കെ വരുമ്പോൾ മാവൊക്കെ പൊങ്ങി റെഡി ആയിട്ട് നിൽക്കും. അല്ലാതെ ഭക്ഷണം കഴിച്ചിട്ട് മാവ് അരക്കാൻ നിന്ന് കഴിഞ്ഞാൽ അത്രയും ടൈം കുറഞ്ഞു പോകണമല്ലേ, മാവ് പൊങ്ങാനുള്ള സമയം കുറഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ച് ഭക്ഷണത്തിന് മുൻപേ തന്നെയും നമുക്ക് മാവരച്ച് വെക്കണം. അപ്പോൾ ഇത്തിരി പെരിഞ്ജീരകത്തിൻ്റെ പൊടിയൊന്ന് ചേർത്ത് കൊടുത്താണ്. പിന്നെ എന്താണ് ഒരു 2-3 ഏലക്കായുടെ തരിയും കൂടി കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ചോറുണ്ടായിരുന്നില്ല ചേർക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ചോറ് വെന്ത് കഴിയുമ്പോഴത്തേക്ക് അതിനകത്ത് നിന്ന് ഇത്തിരി ചോറ് ഞാനിപ്പോൾ അവിടെ വാർത്തിട്ടിട്ടേ ഉള്ളൂ. വാർത്തിടുന്നതിന് മുമ്പ് തന്നെ എടുത്തുകൊണ്ട് പോകുന്ന ചോറാണിത്. കാരണം വാർത്തിട്ട് കഴിഞ്ഞാൽ കുറച്ച് നേരം കഴിഞ്ഞിട്ടേ അത് നമ്മൾ പൊക്കിയിട്ട് എടുക്കുള്ളേ. അപ്പോൾ വാർത്തിടുന്നതിന് മുമ്പ് തന്നെ ഒരു പാത്രത്തിൽ ഒരു ബൗളിൽ കുറച്ച് ചോറെടുത്ത് കൊണ്ടുവന്ന് വെച്ച് അതാണ് ഇപ്പോൾ ഇട്ട് അരക്കണത് കേട്ടോ. അപ്പം ഞാനിന്ന് ഈ വലിയ ജീരകത്തിൻ്റെ പൊടിയിനകത്ത് ചേർത്ത്
ഞാൻ സാധാരണ അങ്ങനെ ചേർക്കാറില്ല, ഏലക്കത്തരി മാത്രമേ ചേർക്കാറുള്ളൂ. അപ്പോൾ ഇന്ന് വലിയ ജീരകത്തിൻ്റെ പൊടിയും കൂടി ഇത്തിരി ചേർക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ചേർക്കാം. അപ്പോൾ നമ്മൾ അരി കുതിർത്തതിൻ്റെ കൂടുതൽ തേങ്ങയും ഇട്ടിട്ടുണ്ട്, ഈസ്റ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ചോറും പഞ്ചസാരയും ഒക്കെ കൂടി ഒന്നിച്ച് ചേർക്കണം. അപ്പോൾ പഞ്ചസാര ഈസ്റ്റ് പൊങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു ടീസ്പൂൺ പഞ്ചസാര മാത്രമാണ് നമ്മൾ ഇതിനകത്ത് ചേർത്തത്. ബാക്കി നമ്മൾ അരക്കണ സമയത്താണ് ചേർക്കുന്നത് കേട്ടോ പഞ്ചസാര, കാരണം അല്ലെങ്കിൽ ഒരുപാട് പുളിച്ച് പോകും കിടന്നിട്ട് എല്ലാ പഞ്ചസാരയും കൂടി ഒന്ന് ചേർത്താൽ. അപ്പോൾ അത് മറ്റേത് വെള്ളയപ്പത്തിന് വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ 1 ടീസ്പൂൺ പഞ്ചസാര ചേർക്കണം. അപ്പോൾ വട്ടയപ്പത്തിനാകുമ്പോഴത്തേക്ക് 1 കപ്പ് അരിക്ക് 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ആവശ്യമാണ്. അത് കറക്റ്റ് ഒരു കണക്കാണ്. പിന്നെ ഒരു 2 നുള്ളുപ്പും കൂടി ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല കറക്റ്റായിട്ടുള്ളൊരു രുചി കിട്ടും. അപ്പോൾ ഇപ്പോഴാണ് പഞ്ചസാര നമ്മൾ ചേർത്തേക്കുന്നത് കേട്ടോ. മറ്റേത് 1 ടീസ്പൂൺ പഞ്ചസാര മാത്രമേ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് 1.25 കപ്പ് അരിയുള്ളതുകൊണ്ട് ഒരു 5 ടേബിൾ സ്പൂൺ പഞ്ചസാര നമ്മൾ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി ഇങ്ങോട്ട് അരച്ച് കലക്കി ഇങ്ങോട്ട് വെച്ച് ഇനി നമുക്ക് മാറിക്കിടക്കുക ഇതൊക്കെ കഴുകി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇത് സാവധാനം പൊങ്ങി വരുമ്പോഴത്തേക്ക് ഏകദേശം ഒരു 3-4 മണിയോടുകൂടി മാത്രം ഇത് ഉണ്ടാക്കിയാൽ മതി എന്ന് എനിക്കറിയാം. അങ്ങനെ ഇതൊക്കെ മൂടി വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ പോയിട്ട് വീണ്ടും കിടന്ന് കേട്ടോ. അങ്ങനെ കിടന്ന് എഴുന്നേറ്റ് വന്ന് ഇനി ചായ ഇടണം. അതിനുശേഷം നമ്മുടെ അപ്പവും കൂടി ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ചായ ഞാൻ അപ്പുറത്ത് ഇട്ടിട്ടുണ്ട്. റിച്ചാർഡ് ഏകദേശം വരാൻ നേരം ഇട്ടുണ്ട്. അങ്ങനെ ആ ഒരു സമയം നോക്കിയിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ നെയ്യ് എടുക്കാൻ എളുപ്പത്തിന് എനിക്ക് ആ കുപ്പി കൈ പിടിക്കുമ്പോൾ എപ്പോഴും തെന്നി താഴെ വീണ് പൊട്ടിപ്പോകാമെന്നൊരു പേടിയാണ്. അതുകൊണ്ട് കുറച്ച് ഇങ്ങോട്ട് മാറ്റി എളുപ്പത്തിൽ എടുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് നെയ്യ് തടവിയ ചെറിയ സ്റ്റീമർ എടുത്തത് കേട്ടോ. കാരണം നമുക്ക് 1.25 കപ്പ് അരിക്ക് ഒരു വലിയ അപ്പം പിന്നെ ബാക്കി ഒരു 2 സ്പൂൺ എന്തെങ്കിലും മാവ് ബാക്കി കിടക്കും. അപ്പോൾ അത് എന്ത് ചെയ്യും, അത് കളയേണ്ടി വരും. അപ്പോൾ ഞാൻ വിചാരിച്ച് 2 ചെറിയ അപ്പമായിട്ട് എടുക്കാം. അതാണ് ചെറിയ സ്റ്റീമർ എടുത്തിട്ട്. അപ്പോൾ ഇത് ചെറിയ അപ്പമായിട്ട് 2 എണ്ണത്തിന് കറക്റ്റ് ആയിരിക്കുള്ളൂ. അപ്പോൾ നമ്മുടെ 1.5 പഴം ഇരുന്നേച്ചിൽ അത് ഇവിടെ വട്ടത്തിലരിഞ്ഞ് അതും കൂടി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇത് നമ്മുടെ ഇഡ്ഡലി റൈസ് ആണ് കേട്ടോ ഇട്ടേക്കണത്. ഇഡ്ഡലി റൈസ് മേടിച്ചിട്ട് ഞാൻ ഇഡ്ഡലി ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. അപ്പം ഉണ്ടാക്കി, വെള്ളയപ്പം ഉണ്ടാക്കി. അത്ര പെർഫെക്റ്റായിട്ട് എനിക്ക് തോന്നിയില്ല. ഇനി അരയാഞ്ഞിട്ടാണെന്നും എനിക്കറിയില്ല. കാരണം നമ്മൾ കുതിർക്കലൊക്കെ വളരെ കുറച്ച് സമയത്തേ കുതിർത്തിട്ടുള്ളേ. അങ്ങനെ ഏതായാലും ആദ്യത്തെ അപ്പം വെച്ച് പിന്നെ എനിക്കിങ്ങനെ നോക്കി നിന്ന് ചെയ്യാനുള്ള ഒരു ആരോഗ്യമില്ലാത്തതുകൊണ്ട് ഒന്നിച്ച് 2 അപ്പം കൂടി വെച്ച്. എനിക്ക് ഒരപ്പം പുഴുങ്ങിയെടുക്കുന്നതാണ് ഏറ്റവും ഇഷ്ടം. കാരണം അത് ആവി വെള്ളമൊക്കെ വീഴാതെ നല്ല പെർഫെക്റ്റായിട്ട് ഇടണമെങ്കിൽ ഓരോപ്പം ചെയ്യുന്നത് തന്നെയാണ് എനിക്കിഷ്ടം. പക്ഷേ ഇത് നമ്മളുടെ ആരോഗ്യസ്ഥിതി മോശമായതുകൊണ്ട് കൂടുതൽ നിലനിൽക്കാൻ പറ്റാത്തതുകൊണ്ടും ഞാൻ വേഗം 2 അപ്പം കൂടി മീതൊക്കെ മിതിച്ച് ക്ലിയറൻസ് ഉണ്ട് പാത്രത്തിന്, കുഴപ്പമില്ല. എങ്കിലും താഴെയുള്ള അപ്പം കൂടുതൽ പൊങ്ങിപ്പോയാൽ അടിവശം മുട്ടുമെന്ന് എനിക്കറിയാം. അത് മുട്ടിയാലും കുഴപ്പമില്ല, അങ്ങനെ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് 2 അപ്പം കൂടി വേവിക്കാൻ വെച്ച്. അപ്പം ഞാനിതിൻ്റെ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് ഒരു 100 പ്രാവശ്യം കട്ട് ചെയ്യും. കാരണം എനിക്ക് നല്ലതായിട്ട് തന്നെ ചുമയുണ്ട്. കാരണം നമ്മുടെ ജലദോഷവും തുമ്മലൊക്കെ മാറിയാൽ അടുത്തത് കഫക്കെട്ടലാണ്. അപ്പോൾ അതും കൂടി തീർന്നാലേ ഈ രോഗം പൂർണ്ണമായിട്ടും മാറുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ അപ്പം 2ഉം റെഡിയായി. അപ്പോൾ ഞാൻ വിചാരിച്ച പോലെ തന്നെ താഴെയുള്ള അപ്പത്തേൽ മുകളിലത്തെ പാത്രം ഒന്ന് പതിയെ തൊട്ട് പോയിട്ടുണ്ട്. കാരണം അത് കൂടുതൽ പൊങ്ങി മുകളിലേക്ക് വരുമ്പോൾ ക്ലിയറൻസ് കുറയുമല്ലോ എന്തായാലും. അപ്പോൾ അതാണ് സംഭവം. എങ്കിലും കുഴപ്പമൊന്നുമില്ല, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം കിട്ടിയിട്ടുണ്ട്. എങ്കിൽ തന്നെയും സാധാരണ പച്ചരി വെച്ച് ഉണ്ടാക്കുന്ന അപ്പമാണ് എനിക്ക് കൂടുതൽ ഇഷ്ടമായിട്ട് തോന്നിയത്. പക്ഷേ ഞാൻ ഈ അപ്പത്തിൻ്റെ ഒരു പീസ് പോലും കഴിച്ചു നോക്കിയില്ലെന്നുള്ളതാണ് കേട്ടോ സത്യം. കഴിച്ചിട്ടില്ലായിരുന്നു. എങ്കിലും അതിൻ്റെ ഒരു ടെക്സ്ചർ വെച്ച് നോക്കുമ്പോൾ എനിക്ക് സാധാരണ പച്ചരി വെച്ച് ഉണ്ടാക്കുന്നത് തന്നെയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് കേട്ടോ. അങ്ങനെ ഞാൻ ഇത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ഗിൽഡ വന്ന് അവിടെ ഇരുന്നിട്ട് പപ്പനെ കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ച ഏതായാലും ഗിൽഡ പോകുന്നതിന് മുമ്പ് തന്നെ ഇത് അപ്പം ഒന്ന് മുറിച്ചേക്കാം. പക്ഷേ അപ്പം ഒട്ടും ചൂടാറാതെയാണ് ഞാൻ അതിനകത്ത് നിന്ന് എടുത്തത്. അതുകൊണ്ട് തന്നെ ഒന്ന് സ്റ്റിക്കായി കുറച്ച് അടിയിലത്തെ ഭാഗം അതിൽ ഒട്ടിപ്പിടിച്ചിട്ട് ഇരിക്കുന്നുണ്ട്. എങ്കിലും കുഴപ്പമില്ല, കൈ കൊണ്ട് തൊടാൻ പറ്റുള്ള അത്രയും ചൂടുണ്ട്. എങ്കിലും കുഴപ്പമില്ല, ഗിൽഡ പോകുന്നതിന് മുമ്പ് തന്നെ കൊടുക്കണ്ടേന്ന് വിചാരിച്ചിട്ട് ആ ചൂടോടുകൂടി തന്നെ എപ്പോഴും ചൂടാറിയിട്ട് വേണം ഡിമോൾഡ് ചെയ്യാനും കട്ട് ചെയ്യാനും ഒക്കെ കേട്ടോ. അല്ലെന്നുണ്ടെങ്കിൽ അതിലിങ്ങനെ കത്തിയൊട്ട് പിടിക്കും നമുക്ക്. അപ്പം അങ്ങനെ ചൂടോടുകൂടി തന്നെ അത് അതിനകത്ത് നിന്ന് എടുത്ത് വേഗം കൊണ്ടുവന്നിട്ട് അവിടെ കൊണ്ടുവന്ന് വെച്ച്. അപ്പം നമ്മുടെ ഗിൽഡിനെ കണ്ടു കഴിഞ്ഞാൽ റൂബിക്ക് എന്നെ പോലെ തന്നെ ഗിൽഡയുടെ അടുത്ത് വല്ലാത്തൊരു അറ്റാച്ച്മെൻറ്റാണ്. അപ്പോൾ ഗിൽഡ വന്നു കഴിഞ്ഞാൽ ഗിൽഡ ഇപ്പം തന്നെ പോകുക അങ്ങനെയൊക്കെയുള്ളൊരു പേടിയാണ്. പിന്നെയാണെന്നുണ്ടെങ്കിൽ ഗിൽഡിനെ കണ്ടാൽ അവൾക്ക് ഭയങ്കര വിശപ്പാണ്. ഞാൻ പഴയ വീഡിയോയിൽ ഞാൻ പറയാറുണ്ട്, തിന്നാതെ വെച്ചേക്കുന്ന എല്ലാ സാധനങ്ങളും അവൾ ആ സമയത്ത് കഴിക്കും. അപ്പോൾ ഇന്നാണെന്നുണ്ടെങ്കിൽ അവളുടെ ചിക്കൻ വേവിച്ചത് അവൾ തൊട്ടിട്ടില്ലട്ട, അതവിടെ മാറ്റി വെച്ചേക്കുന്നത്. പക്ഷേ ഗിൽഡ വന്നു കഴിഞ്ഞിട്ട് ഈ അപ്പം ഗിൽഡക്ക് കൊടുത്തതാ. ഗിൽഡ ഒരു പീസ് അപ്പം കഴിക്കാനെടുത്താൽ അപ്പം തന്നെ അവൾക്ക് താന്നും പറഞ്ഞാണ് നിൽക്കണത്. നമ്മൾ കൊടുത്താലൊന്നും അവൾ തൊടൂല കേട്ടോ. അങ്ങനെ ഗിൽഡ എടുത്ത അപ്പം മൊത്തത്തിൽ അവൾക്ക് കൊടുത്തിട്ടുണ്ട്. ഗിൽഡക്ക് പോലും തിന്നാൻ കിട്ടിയിട്ടില്ല. ഗിൽഡ എടുത്ത 2 പീസ് അപ്പം അവൾ തന്നെ കഴിച്ച്. അതിനകത്ത് പഴം മാത്രമാണ് ഗിൽഡ എടുത്തിട്ട് കഴിച്ചത് കേട്ടോ. കാരണം പഴം അവൾ തിന്നണില്ല. അങ്ങനെ ഏതായാലും
എന്തായാലും ഇതുവരെ കഴിക്കാത്ത അപ്പം മുഴുങ്ങിയത് ഗിൽഡ കൊടുത്തപ്പോൾ അവൾ 2 പീസ് അങ്ങനെ തന്നെ കഴിച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ടാണ് ഏറ്റവും അവസാനം അവൾക്ക് മതിയായി, ഇനി കഴിക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നപ്പോഴാണ് ഗിൽഡ ഒരു പീസ് കഴിച്ചത് കേട്ടോ. അപ്പോൾ ഇനി എനിക്കൊന്ന് പോയിട്ട് കിടന്ന് റെസ്റ്റ് ചെയ്യണം. കാരണം നമ്മൾ കുറച്ച് നേരം എഴുന്നേറ്റ് നിന്ന് എന്തെങ്കിലും ജോലിയൊക്കെ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞ് പിന്നെ നമ്മൾ പെട്ടെന്ന് അങ്ങോട്ട് തളരാൻ തുടങ്ങും, തല കറങ്ങാൻ തുടങ്ങും. പനിയുണ്ടെങ്കിൽ അങ്ങനെ എല്ലാവർക്കും അറിയാമല്ല ആ ഒരു അനുഭവം. അപ്പോൾ എനിക്ക് ഇത്തിരി ജോലി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വേഗം പോയിട്ട് കിടക്കണം, അങ്ങനെയാണ്. അപ്പോൾ ഗിൽഡ് അങ്ങോട്ട് പോയി കഴിഞ്ഞിട്ട് എനിക്ക് ഇത്തിരി നേരം കിടക്കണം. റിച്ചാർഡും വരും. പിന്നെ രാത്രി 8:30 സിനിമ ബുക്ക് ചെയ്തിട്ടേക്കണേലേ, ആദ്യത്തെ സിനിമ ക്യാൻസൽ ചെയ്തതാണ്. അപ്പോൾ ഈ സിനിമ ക്യാൻസൽ ചെയ്താൽ ഞാൻ ചോദിച്ചവൻ്റെ അടുത്ത് എടാ സിനിമ ക്യാൻസൽ ചെയ്യാൻ പറ്റുമോ എന്ന് വെച്ചാൽ പറയും ക്യാൻസൽ ചെയ്യാം, പക്ഷേ പൈസ അങ്ങനെ തന്നെ പോകും, 1 രൂപ പോലും തിരിച്ച് കിട്ടൂല എന്ന് പറഞ്ഞ്. കാരണം ഇത് നമ്മൾ ജി സിനിമാസിലാണ്, അത് ഏകദേശം 700 രൂപയാണ് ടിക്കറ്റ്, 2 ടിക്കറ്റിന്. അപ്പോൾ അവിടെ അങ്ങനെ റീഫണ്ട് സിസ്റ്റം ഒന്നും ഇല്ല, അത് പൈസ മൊത്തത്തിൽ പോകുമെന്ന് പറഞ്ഞുകൊണ്ട് ഏതായാലും സിനിമക്ക് പോകാമെന്ന് ഞാൻ വിചാരിച്ചു. ഇപ്പൊ കഴിക്കണതല്ല ഡോക്ടർ, ഞാൻ അവിടുന്ന് പോകുന്ന വെളിയിലെത്തി ഞാൻ വന്നിട്ട് ഏത് മരുന്നാണ് നോക്കി വെച്ച് ഫോട്ടോ ജിപ്പ് മേടിച്ചിട്ട് വരാം. ഞാനിപ്പോൾ അങ്ങോട്ട് വരും, എത്തും. അപ്പം ഞാൻ അങ്ങോട്ട് വരാം. ഞാൻ വെളിയിലെത്തി, ഞാനിപ്പോൾ എത്തും. അപ്പം അങ്ങോട്ട് വരാം കേട്ടാ. എന്നെ കൊരക്കടയാണ്. വേറെ ആയിരിക്കും ഇങ്ങനെ ആയിരിക്കുള്ളൂ, തൻ്റെ അടുത്ത് മാത്രമേ ഉള്ളൂ. അതായി എന്നെ കഴിഞ്ഞാൽ പിന്നെ തന്നോടാണ് ഇങ്ങനെ. ചായ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ കൊടുക്കണ്ടേ ഇനിയിപ്പം. ചായ എല്ലാവരോടും ചോദിച്ച് കുടിക്കും, പക്ഷെ ചായ അങ്ങനെ കൊടുക്കാൻ പാടില്ല. ചായ കൊടുക്കണ്ട, താൻ ചായ കുടിക്കുക, അതവിടെ നിന്ന് കുരക്കട്ടെ. എന്താണ് റൂബി തത്തുമ്മോ? എന്താണ് ഇങ്ങനെ ഇരിക്കുന്നത്? എന്താണ് എന്താണ് എന്ത് വട്ടാണെന്നാണ് ഞാൻ ഓർക്കണത്. അങ്ങനെ ഗിൽഡ പോയതിന് ശേഷം പിന്നെ റിച്ചാർഡ് വന്ന് റിച്ചാർഡിന് ചായയെല്ലാം കൊടുത്ത്. അപ്പം ഞാനും റിച്ചാർഡും കഴിച്ചില്ല, കാരണം ഞങ്ങൾ നേരത്തെ തന്നെ ഡിന്നർ കഴിച്ചിട്ട് സിനിമയ്ക്ക് ഇറങ്ങണമല്ലോ, 8 മണിക്കെങ്കിലും ഇറങ്ങണമെന്ന് അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം അവിടെ ഭയങ്കര തിരക്കാണ്, ഒരുപാട് വണ്ടികളായിരിക്കുള്ളൂ, നമുക്ക് പാർക്ക് ചെയ്യാനുള്ള സ്ഥലമൊന്നും കിട്ടൂല എന്ന് പറഞ്ഞാൽ 8 മണിക്കെങ്കിലും ഇറങ്ങണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് വേഗം തന്നെ ഇതേ ഡിന്നറിന് വേണ്ടിയിട്ട് റിച്ചാർഡിന് ഇത്തിരി മുട്ട ഒന്ന് ബുർജിയാക്കി എടുക്കണേണ് കേട്ടോ. അങ്ങനെ ഞാൻ റിച്ചാർഡും വേഗം ഡിന്നറൊക്കെ കഴിച്ചേട്ടാ. അപ്പോൾ പപ്പ പറഞ്ഞിട്ടുണ്ടായിരുന്നു പപ്പക്ക് ഇന്ന് ഡിന്നറായിട്ട് വിളമ്പിയൊന്നും വെക്കണ്ട, വട്ടയപ്പത്തിൻ്റെ ബാക്കിയുള്ളത് ഞാൻ കഴിച്ച് തീർത്തണം. അപ്പം ഞാൻ പ്രതീക്ഷിച്ചത് പിറ്റേ ദിവസം വേണമെന്നുണ്ടെങ്കിൽ ആ വട്ടയപ്പം കാലത്ത് പപ്പക്ക് കൊടുക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പം ഇപ്പോൾ ചോറുണ്ട് കഴിയുമ്പോഴത്തേക്കും ബാക്കി അത് എടുത്ത് വെക്കാം. ഞാൻ കഴിച്ചിട്ടുമില്ല, ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ടുമില്ലല്ലോ, കാരണം നമ്മൾ വട്ടയപ്പം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഊണ് കഴിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ രാത്രി ഒരു 12 മണിയെങ്കിലും ആകും നമ്മൾ സിനിമ കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോൾ. അത് കഴിഞ്ഞിട്ട് പിന്നെ വന്നിട്ട് ഊണ് കഴിക്കാനായിട്ടൊന്നും തോന്നില്ല. അപ്പോൾ അതുകൊണ്ട് വട്ടയപ്പം കഴിക്കൽ ഞാനൊന്ന് വേണ്ട, അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വട്ടയപ്പം, പക്ഷേ ഒരു പീസ് പോലും ഞാൻ കഴിച്ചിട്ടില്ല. അപ്പോഴാണ് പപ്പ പറഞ്ഞത് എനിക്ക് ആ വട്ടയപ്പം മതി, ഞാനത് കഴിച്ചോളാം, പിന്നെ വേണ്ട കഴിക്കണം, അത് പപ്പ കഴിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാനവിടെ വട്ടയപ്പം എടുത്ത് വെച്ച്. അപ്പോൾ ചോറ് നമ്മൾ പുറത്തുള്ള ഡോഗ്സിന് ചോറ് 2 പേർക്ക് കൊടുക്കുമല്ലോ. അപ്പോൾ ഞാൻ പപ്പനെ പറഞ്ഞേൽപ്പിച്ചിട്ട് പോയി, കാരണം അവർ വന്ന് നോക്കി നിൽക്കും നമ്മൾ, അപ്പോഴാണ് നമ്മൾ കൊടുക്കണത്. അപ്പോൾ അത് ഏകദേശം ഒരു 9:30-10 മണിയോട് കൂടിയൊക്കെയാണ് അതുങ്ങൾ വരണത്. അപ്പോൾ പിന്നെ ഞാൻ അത് കൊടുത്ത് നിൽക്കാനും പറ്റൂലല്ലോ. ചില ദിവസങ്ങളിൽ അതുങ്ങൾ വരൂല, കാരണം വേറെ എവിടെന്നെങ്കിലും ഫുഡ് കഴിച്ചിട്ടുണ്ടെങ്കിൽ അവർ വരൂല. വിശന്ന് കഴിഞ്ഞാൽ മാത്രമേ നമ്മളിങ്ങനെ നോക്കി നിൽക്കണം, കാണാൻ നമുക്കറിയാം അതുങ്ങൾക്ക് എങ്ങൊന്നും ഫുഡ് കിട്ടിയിട്ടില്ല. അപ്പോൾ ഞാൻ പപ്പയുടെ അടുത്ത് പറഞ്ഞിട്ട് പോയി, അതുങ്ങൾ വരുമ്പോഴേക്കും ചോറെടുത്തിട്ട് കൊടുക്കണേ, റൂബിയുടെ ചിക്കൻ്റെ ഇതെല്ലാം ഞാൻ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്, അതിൻ്റെ കൂട്ടത്തിൽ അങ്ങോട്ട് ഇട്ടിട്ട് കൊടുത്താൽ മതി എന്നൊക്കെ പറഞ്ഞേൽപ്പിച്ച് അങ്ങനെ ഞങ്ങൾ പോകാനായിട്ട് ഇറങ്ങിയിട്ട്. അപ്പോൾ എൻ്റെ മുഖമൊക്കെ വല്ലാതിരിക്കുന്നുണ്ട്, പക്ഷെ മരുന്ന് കഴിച്ചതുകൊണ്ട് എനിക്ക് എഴുന്നേറ്റ് നിൽക്കാം. അങ്ങനെ സിനിമക്ക് പോയി. പക്ഷേ ഞാൻ അവിടെ ചെന്നിട്ട് ഇത് നമ്മുടെ
എമ്പുരാൻ്റെ ഒരു രീതിയിലുള്ള ഒരു വീഡിയോയും ഞാൻ എടുത്തില്ല. കാരണം അന്ന് തന്നെ നമ്മൾ ലൂസിഫറിൻ്റെ വീഡിയോ ക്ലിപ്പുകൾ ചെറിയതായിട്ട് നമ്മുടെ വീഡിയോയിൽ ഇട്ടപ്പോൾ തന്നെ എനിക്ക് കോപ്പിറൈറ്റ് വന്നതുകൊണ്ട് ഇതൊന്നും ഞാൻ എടുക്കാൻ നിന്നില്ല. അവിടെ ചെന്നത് ഇതൊരു ആഡിൻ്റെ ഭാഗമാണ് കേട്ടോ. അങ്ങനെ സിനിമയെക്കുറിച്ച് പറയാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. ഇതൊരു മലയാളം സിനിമയാണെന്ന് പോലും സംശയം തോന്നും. അത്ര അടിപൊളി സൂപ്പറായിട്ടുള്ള ചിത്രീകരണമാണ്. ഒരുപാട് രാജ്യങ്ങളിലാണ് പൃഥ്വിരാജ് പോയി അവിടുത്തെ ഏറ്റവും വലിയ ആർട്ടിസ്റ്റുകളെ കൊണ്ട് തന്നെ ഓരോ കഥാപാത്രങ്ങൾ ചെയ്യിച്ചിരിക്കുന്നത് കേട്ടോ. അതൊക്കെ കാണേണ്ടത് തന്നെയാണ്. അതിന് ആ പുള്ളിക്ക് 100 മാർക്ക് കൊടുക്കേണ്ടത് തന്നെയാണ്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ഞാൻ എഴുന്നേറ്റ് 5:30 മണിക്ക് തന്നെ എഴുന്നേറ്റ് കാപ്പിയൊക്കെ ഇട്ടിട്ട് ഞാനൊന്ന് കുടിച്ച്. അപ്പോൾ തലേ ദിവസം പപ്പ കഴിച്ച അപ്പത്തിൻ്റെ പാത്രവും പപ്പ വെള്ളം കുടിച്ച ഗ്ലാസ്സും ഒക്കെയാണ് അവിടെ ഇരിക്കുന്നത്. പിന്നെ ഞാനിപ്പോൾ കാപ്പി ഉണ്ടാക്കി കുടിച്ച കാപ്പി ഉണ്ടാക്കിയ പാത്രം ഇത്രയാണ് അവിടെ ഇരിക്കുന്നത് കേട്ടോ, വേറൊന്നുമില്ല. അപ്പോൾ ഞാൻ വിചാരിച്ച് ഒരു തേങ്ങ തീർന്നിട്ടുണ്ട്, തേങ്ങ ഒന്ന് ചിരണ്ടി എടുത്തിട്ട് ഇത്തിരി പുട്ടുണ്ടാക്കുക. അപ്പോൾ റിച്ചാർഡ് വീട്ടിൽ നിൽക്കുന്ന സമയത്ത് റിച്ചാർഡിനെ പുട്ടും പഴവും വാരി കൊടുക്കുന്നത് അവന് വലിയ സന്തോഷമുള്ള കാര്യമാണ്. എനിക്കും അത് സന്തോഷമുള്ള കാര്യമാണ്. ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാറുണ്ട്, ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയതിന് ശേഷമാണ് ഇവർക്ക് വാരിയൊന്നും കൊടുക്കാൻ പറ്റാതെ ഞാൻ തിരക്കിലേക്ക് പോയത്. അതുവരെയും ഞാനൊരു വീട്ടമ്മ തന്നെയായിട്ട് ഈ കുട്ടികൾക്ക് 3 ആൾക്കും പറ്റുമെങ്കിൽ എല്ലാ നേരവും ഞാൻ വാരി കൊടുക്കാറുണ്ട്. കാരണം കുട്ടികൾക്ക് അത് വലിയ സന്തോഷമാണ്. നമ്മൾ തമ്മിലുള്ള ആ ഒരു സ്നേഹബന്ധത്തിന് കൂടുതൽ ആഴം ഉണ്ടാകണ പോലെ എനിക്ക് തോന്നാറുണ്ട്. അപ്പോൾ ഇതിപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യമില്ല. റിച്ചാർഡ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെ എല്ലാ ദിവസവും പോകണതല്ല. അപ്പോൾ അവൻ ഇന്ന് സൺഡേ മാത്രമാണ് ഇവിടെ നിന്നേക്കണം. അല്ലെങ്കിൽ സാറ്റർഡേയും സൺഡേയും 2 ദിവസം കിട്ടും. ഇതിപ്പോൾ സൺഡേ മാത്രമാണ് കിട്ടിയേക്കണം. അപ്പോൾ ഇന്നത്തെ ദിവസത്തിൽ പുട്ടും പഴമൊക്കെ വാരി കൊടുക്കാം, അവനും ഹാപ്പി എനിക്കും ഹാപ്പി എന്നൊക്കെ വിചാരിച്ച് ഞാൻ പപ്പയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചിങ്ങമ്പഴം ചിങ്ങമ്പഴം ചോദിക്കുന്നുണ്ടായിരുന്നു, ചിങ്ങമ്പഴം മേടിക്കും മമ്മി എന്നൊക്കെ. അപ്പോൾ എപ്പോഴും ഏത്തപ്പഴവും ഞാലിപ്പൂവിനൊക്കെ അല്ലേ മേടിക്കണം. അപ്പോൾ ചിങ്ങമ്പഴം പച്ച കളറുള്ള പഴം മേടിക്കുന്നതാണ്. അങ്ങനെ ഞാൻ ചിങ്ങമ്പഴം മേടിക്കാനായിട്ട് പപ്പനെ പറഞ്ഞു വിട്ടിട്ട് അത് കൂടെ കുറച്ച് സാധനങ്ങളും കൂടി ബിരിയാണിയിലൊക്കെ തീർന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ ബിരിയാണി റിച്ചാണ് വെച്ച് കൊടുക്കണം, ഇന്ന് ഹാപ്പിയാക്കി നിർത്തണമെന്നൊക്കെയുള്ള ഒരു ചിന്തയിൽ നമുക്ക് ഒരു ആരോഗ്യം ഇങ്ങനെ തോന്നും, നമുക്കിത് ചെയ്ത് തീർക്കണമെന്നുള്ളത്. അപ്പോൾ അങ്ങനെ നിൽക്കണേണ് ഞാൻ. അപ്പോൾ സാധനങ്ങൾ മേടിക്കാൻ പപ്പ പോയിട്ടുണ്ട്. റിച്ചാർഡൊക്കെ ലേറ്റായിട്ടല്ലേ എഴുന്നേറ്റ് വരുവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് സാവധാനം നമുക്ക് ആ നേരം കൊണ്ട് നമുക്ക് പപ്പയ്ക്കും എനിക്കുള്ള കറിയൊക്കെ ആക്കാം. ഇത്തിരി ബിരിയാണി അവന് മാത്രം. അപ്പോൾ ചിക്കനെല്ലാം തണുപ്പ് മാറിയിരിക്കണേ കേട്ടോ. രാവിലെ തന്നെ ചിക്കൻ തണുപ്പ് മാറി, അതായത് പുറത്തെടുത്ത് വെച്ചിട്ട് തണുപ്പ് മാറിയിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ചിക്കൻ തുറന്നപ്പോഴത്തേക്കേ ഒരു പാത്രത്തിൽ മീനാണ് കണ്ടത്. എനിക്ക് ഈ പനിയുടെ ആ ബുദ്ധിമുട്ടിൽ മീനെടുത്ത് വെച്ചതൊക്കെ മറന്നു പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ മീൻ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. കാരണം ഒന്നുമില്ലാന്ന് വിചാരിച്ച് ഞാൻ നിൽക്കണമായിരുന്നു. അങ്ങനെ വേഗം തേങ്ങ അരച്ച് മീൻകറി മാങ്ങയിട്ട് അങ്ങോട്ട് വെച്ച്, പപ്പക്ക് അത് ഇഷ്ടമാണല്ലോ. അങ്ങനെ അതുമൊക്കെ ആക്കി നമുക്ക് കഴിക്കാനുള്ള നേരമായി വരണേ ഉള്ളൂ കേട്ടോ. അപ്പോഴേക്കും പപ്പ പോയിട്ട് സാധനങ്ങൾ കൊണ്ടു. അപ്പോൾ അവൻ വീട്ടിൽ നിൽക്കണോണ്ട് അവന് മിക്സ്ചർ ബേക്കറിയിൽ നിന്ന് മേടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ബ്രെഡ് പപ്പക്ക് ആയിട്ടങ്ങനെ മേടിക്കാൻ പറഞ്ഞതാണ്. അപ്പോൾ ഈ മിക്സ്ചർ നമ്മൾ 1 കിലോ മേടിച്ചത് ആർക്കും വേണ്ടാതെ അവിടെ കിടക്കണേണ്. അത് ഒരു പാക്കറ്റിൽ വേറെ ഇരിക്കുന്നുണ്ട്. ബാക്കി അത്രയും ഞാനാണ് ഇടയ്ക്ക് ഇത്തിരി ഇങ്ങനെ തിന്നണം. അങ്ങനെ ബിരിയാണി പഴം കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ആകെ സങ്കടപ്പെട്ടു പോയി. കാരണം പച്ചപ്പഴമാണ് കൊണ്ടുവന്നേക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു, പപ്പ പച്ചക്കായാണ് മേടിച്ചിട്ട് വന്നത്, തെറ്റിപ്പോയതാണെന്ന് ഞാൻ ചോദിച്ചു. പറഞ്ഞില്ല, അത് പഴുത്താണെന്നാണ് അയാൾ പറഞ്ഞിട്ട് തന്നത്. ഞാൻ പറഞ്ഞു, ഞാൻ കൊള്ളാം, ഇത് പച്ചക്കായാണ്. അപ്പോൾ ഇത് റിച്ചാർഡ് എഴുന്നേറ്റ് വന്നപ്പോൾ ഞാൻ റിച്ചാർഡിൻ്റെ അടുത്ത് പറഞ്ഞേടാ പുട്ടും പഴവും കഴിച്ച് നിനക്ക് തരാമെന്ന് വിചാരിച്ചതാണ്, പക്ഷേ സംഭവം പച്ചക്കായാണ് കൊണ്ടുവന്നേക്കണം. അപ്പോൾ അവൻ പറഞ്ഞു, അന്നേ പിന്നെ അത് വെച്ച് ബജ്ജി ഉണ്ടാക്കുവാണ് എന്ന് പറഞ്ഞിട്ടാണ്. അങ്ങനെ ആകെപ്പാടെ ഒരു വിഷമമായി പോയി. പുട്ട് വെറുതെ കാപ്പി കൂട്ടിയിട്ട് കഴിക്കേണ്ടി വന്നു. കാരണം കറിയൊന്നും കൂട്ടിയിട്ട് അവന് ഇഷ്ടമല്ല പുട്ട് കഴിക്കണത്. അങ്ങനെ വെറുതെ പുട്ടും കാപ്പിയും കഴിക്കേണ്ടി വന്ന്. പഴം കരിമ്പച്ചെന്ന് വെച്ചാൽ നമുക്ക് കീറിയെടുക്കണം. തൊലി പൊളിയൊന്നുമില്ല, പച്ചക്കായ പോലെ കീറിയെടുക്കണം. അങ്ങനെ അത് മാറ്റി വെച്ച് അങ്ങനെ ഞങ്ങൾ വെറുതെ പുട്ടും കാപ്പിയും കുടിച്ച്. അപ്പം എൻ്റെ റിച്ചാൻ്റെ ആ ഒരു ഇമോഷൻസ് ഒന്നും പപ്പക്ക് അറിയില്ല കേട്ടോ. ഇങ്ങനെ വാരി കൊടുക്കണമെന്നുള്ള ഒരു സന്തോഷം, വാരി കൊടുക്കുമ്പോൾ അവനുള്ള സന്തോഷം, അതാണ് ഇന്ന് ശരിക്കും മിസ്സായത്. എനിക്ക് ശരിക്കും സങ്കടം തോന്നി. അതൊക്കെ എനിക്കും അവന് മാത്രം അറിയാവുന്ന കുറേ ആ ഒരു ഇമോഷൻസ് അങ്ങനെയാണ്, പപ്പക്കൊന്നും മനസ്സിലാവുന്നില്ല. അപ്പോൾ അത് പോട്ടെ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാൻ ഏതായാലും ബിരിയാണി എങ്കിലും ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചപ്പോഴത്തേക്ക് അവൻ പറയും, മമ്മിയുടെ മുഖം വല്ലാതിരിക്കണേ മമ്മി, ഇത് എന്ത് ഭാവിച്ചാണ് മമ്മി മറിക്കിടന്നേ, ഒരു സാധനം ഉണ്ടാക്കണ്ട, നിങ്ങൾക്ക്
എന്താ വേണ്ടത് അത് ഓർഡർ ചെയ്ത് തരാം, എനിക്ക് വേണ്ടത് ഞാനും ഓർഡർ ചെയ്ത് കഴിക്കാം, മമ്മി ഒരു സാധനം ഉണ്ടാക്കരുത്, മമ്മി അത്രയും ടയേർഡാണ് പോയി കിടന്നതെന്ന് പറഞ്ഞിട്ട് ഈ തണുപ്പ് മാറിയ ചിക്കനൊക്കെ വീണ്ടും അവനെടുത്ത് അകത്ത് വെപ്പിച്ച്. അപ്പോൾ നമ്മളുടെ ചിക്കൻ തണുപ്പ് മാറി, ഇങ്ങനെ മല്ലിയില മേടിച്ചേക്കണം, ബിരിയാണി റൈസ് മേടിച്ചേക്കണം, എല്ലാ സാധനങ്ങളും ഉണ്ട്, വേഗം അങ്ങോട്ട് വെക്കാമെന്ന് പറഞ്ഞിട്ട് സമ്മതിക്കൂല. മമ്മി കൊണ്ടുപോയി വെച്ചേന്ന് പറഞ്ഞിട്ട് അങ്ങനെ തിരിച്ച് ഫ്രിഡ്ജിലെല്ലാം കയറ്റിയിട്ട് പറഞ്ഞ് തിങ്കളാഴ്ച ചെയ്ത് തന്നാൽ മതി, കാരണം മമ്മി ആ സമയം കൊണ്ട് ഒരുവിധം നേരെയാകും, എന്നിട്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് എല്ലാം തിരിച്ച് കയറ്റി ഞാൻ പോയി കിടന്നിട്ട് ബോധം കെട്ട പോലെയാണ് ഞാൻ കിടന്നുറങ്ങിയത് കേട്ടോ. അപ്പം ഞാൻ ഏകദേശം ഒരു 11:30 കൂടിയാണ് കിടന്നത്. അപ്പം ഞാൻ ചോറും കറിയും പപ്പക്കുള്ളത് മൂടി വെച്ചിട്ടാണ് കിടന്നിട്ടുണ്ടായിരുന്നത്. എനിക്കിനി എഴുന്നേക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ചോറ് വിളമ്പിയിട്ടില്ലെന്നുണ്ടെങ്കിൽ പപ്പ കഴിക്കാതെ അവിടെ ഇരിക്കും, താനെടുത്ത് ഒരിക്കലും കഴിക്കൂല. റിച്ചാർഡാണെന്നുണ്ടെങ്കിൽ ഉച്ചക്ക് ചിക്കൻ മന്തി ഓർഡർ ചെയ്തിട്ട് അത് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കഴിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ അവൻ വന്ന് എന്നെ കുറേ നേരം വിളിച്ചെന്ന് പറഞ്ഞു. പക്ഷേ മമ്മിക്ക് ഒരു ബോധം ഇല്ലാതെയാണ് കിടന്നിട്ടുണ്ടായിരുന്നത്. മരുന്നിൻ്റെ ആ ഒരു ഇതൊക്കെ കൊണ്ട് ബോധം പോയിട്ട് കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നത്, അറിയണേ ഉണ്ടായിരുന്നില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു 4 മണിയോട് കൂടിയാണ് റയൻ കൊച്ചൻ്റെ ഫോണിലേക്ക് വിളിച്ചത്. അങ്ങനെ ആ ശബ്ദം കിട്ടി ഞാൻ എഴുന്നേറ്റതായിരുന്നിട്ട്. അപ്പോൾ പപ്പയാണെങ്കിൽ പള്ളിയിൽ പോകാൻ ഒരുങ്ങി നിൽക്കണേത്. പപ്പ പള്ളിയിൽ പോയി. പിന്നെ 5:30 മണി വരെ ഞങ്ങളെല്ലാവരും ഞങ്ങളെല്ലാവരും സംസാരിച്ച് കഴിഞ്ഞ് ഫോൺ വെച്ചപ്പോൾ 5:30 മണിയായി. അത് കഴിഞ്ഞിട്ട് പിന്നെ ചായയൊക്കെ ഇട്ടൊക്കെ കൊടുത്ത് അത് കഴിഞ്ഞ് രാത്രി റിച്ചാനൊന്നും വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞാനൊരു ചിക്കൻ സൂപ്പ് ഇട്ടിട്ട് കൊടുത്ത് ഞാൻ ചോറും കറിയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നിട്ട് മരുന്ന് കഴിക്കണമല്ല. പിന്നെ പപ്പയാണെന്നുണ്ടെങ്കിലും പുട്ടും മീൻകറിയും കൂട്ടിയിട്ട് കഴിച്ച് അങ്ങനെ പിറ്റേ ദിവസത്തേക്ക് വേണ്ടിയിട്ടുള്ള ഇഡലി മാവും കൂടി ഞാൻ അരച്ച് വെച്ച് ഇത്രയും കൊണ്ട് ഇന്നത്തെ ദിവസം തീർന്നിനി. നമ്മൾക്ക് നാളെ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.